ആ സന്തോഷത്തിലാണ്, ആ ഒരു ആകാംക്ഷയിലാണ്. എന്തായാലും ഈ ഒരു ആകാംക്ഷ സമ്മാനിച്ച ഒരു കൊറിയർ വന്നിട്ടുണ്ടെന്ന് രാവിലെ പോസ്റ്റ്മാൻ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സമയം ഓഫീസിലുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു പോസ്റ്റ് ഓഫീസിലേക്ക് വരാൻ. അങ്ങനെ ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി. അപ്പോൾ നമുക്ക് ഈ കൊറിയർ എന്താണ് എന്ന് നോക്കാം. കാരണം എനിക്കിപ്പോൾ അങ്ങനെ ഒരു കൊറിയറൊന്നും ഞാനായിട്ട് ഒന്നും ഓർഡർ ചെയ്യുകയോ അല്ലെങ്കിൽ എനിക്ക് വരേണ്ടതോ ഇല്ല. അതായത് വളരെയധികം ആകാംക്ഷയുണ്ട്. കാരണം ഒരുപാട് ഗിഫ്റ്റുകൾ ലഭിച്ചിട്ടുണ്ട്. പലരും നേരിട്ടാണ് തന്നിട്ടുള്ളത്. മറിച്ച് ഇത് ഒരു കൊറിയർ പോലെ പോസ്റ്റ് ഓഫീസിലെത്തി അവിടെ പോയി കളക്ട് ചെയ്ത് വന്ന് അത് പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷത്തിലാണ്, ആ ഒരു ആകാംക്ഷയിലാണ്. എന്തായാലും ഈ ഒരു ആകാംക്ഷ സമ്മാനിച്ച ഇതിൻ്റെ ആദ്യത്തെ ബോക്സിൽ, അതായത് ഇത് പൊതിഞ്ഞിരുന്ന ബോക്സിനകത്തുണ്ടായിരുന്ന അതിൻ്റെ പുറം ഭാഗത്ത് ഒരു പെൺ സുഹൃത്താണ് ഇത് നൽകുന്നത് എന്ന് സൂചിപ്പിച്ചിരുന്നു. ആ പെൺ സുഹൃത്തിനോട് ഈ ആകാംക്ഷയ്ക്ക് ആദ്യം നന്ദി പറയുകയാണ്. ഇത് തുറന്നിട്ട് ഇതിനകത്ത് എന്താണ് ഉള്ളത് എന്ന് നോക്കിയിട്ട് അതിനും നന്ദി പറഞ്ഞു തരാം. എന്തായാലും നമുക്ക് തുറക്കാം. എന്തായാലും ഓ ബ്യൂട്ടിഫുൾ, നല്ല രസമുണ്ട് കാണാൻ. കാരണം ഗാലക്സി, കിറ്റ്കാറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രയത്നിച്ചുകൊണ്ട് തന്നെ ചെയ്തിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതായത് നല്ല പണിയെടുത്തിട്ടുണ്ട് അത്യാവശ്യം. നമുക്ക് ഇനിയൊരു ബോക്സും കൂടിയുണ്ട്. ആ ബോക്സിൻ്റെ അകത്ത് മൊത്തം എൻ്റെ ഫോട്ടോസാണ്. റിയലി എന്താ പറയുക, വല്ലാത്തൊരു സന്തോഷം തോന്നി. നോക്കൂ, മൊത്തം എൻ്റെ ഫോട്ടോസാണ്. എൻ്റെ FBയിൽ നിന്ന് എടുത്തതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും ഫയദ് ഫാസിലുമുള്ള ഫോട്ടോസ്, അതുപോലെ തന്നെ ഞാനും എൻ്റെ സുഹൃത്തുക്കളുമുള്ള ഫോട്ടോസ്, അങ്ങനെ നിരവധി ഫോട്ടോസുകൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ബോക്സിൻ്റെ മുകളിലുള്ള കവറിൽ ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ഇത് നല്ല രസമായിട്ടുണ്ട്. ഇതിനൊരു നന്ദി. അടുത്ത തുറക്കുമ്പോഴും ചോക്ലേറ്റ് തന്നെയാണ്, ഡയറി മിൽക്ക് അടങ്ങുന്ന ഒരു സംഭവം. അതും നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറയാം, നല്ലോണം സന്തോഷമുണ്ട്. അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ, ഓ ദാ ഫൈനലി വീണ്ടും എന്താ പറയുക, വീണ്ടും എൻ്റെ ഫോട്ടോസൊക്കെ ചെയ്തിട്ടുള്ള, അതും എൻ്റെ സോഷ്യൽ മീഡിയകളിൽ നിന്ന്, ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള കാര്യമാണ്. എന്തായാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പണിയെടുത്തിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ഒരാൾ തന്നെയാണ്, നമ്മളെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ്. നല്ല രീതിയിലുള്ള കോഡ്സൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് നമ്മുടെ വാർത്തകളുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടാണ്. നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നാണ് ഒരു കോഡ്സിൽ പറയുന്നുള്ളത്. അതായത് എന്നും ചിരിക്കുക എന്ന് പറയുന്നുണ്ട്. ഷെയർ യുവർ സ്മൈൽ, ഇനിയും നിങ്ങളുടെ ചിരികൾ സമ്മാനിക്കൂ എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഒരു പെൺ സുഹൃത്ത് സമ്മാനിച്ച ഈ അതിമനോഹരമായ സമ്മാനത്തിനാണ് വളരെയധികം പബ്ലിക് കേരള ടീമിൻ്റെ, ഇതൊരിക്കലും എനിക്ക് മാത്രമുള്ള ഒരു സമ്മാനമായി കാണുന്നില്ല, മറിച്ചത് നമ്മുടെ ടീമിനുള്ള സമ്മാനമാണെങ്കിൽ പോലും എൻ്റെ ചിത്രമാണ് വെച്ചിട്ടുള്ളത്. എന്നാലും ഇതൊരു ടീമിനുള്ള സമ്മാനമായി കണ്ടുകൊണ്ട് ഞാൻ പറയുന്നു, ഞങ്ങളുടെ ടീമിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു വലിയ നന്ദി അറിയിക്കുന്നു. എന്തായാലും ഇതുപോലെയുള്ള കാര്യങ്ങൾ തുടരുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. താങ്ക് യു.